ഹബീബിന്റെ മജ്ലിസിലിരിക്കുന്ന ഒരു മുതലാളി, ആ മുതലാളിയുടെ ഇപ്പുറത്ത് ഒരു മിസ്കീനായ മനുഷ്യൻ മുഷിഞ്ഞ വസ്ത്രമിട്ടുകൊണ്ട് വന്നിരിക്കുന്നു. ഇരുന്നപ്പോ മുതലാളി തന്റെ വസ്ത്രമൊന്ന് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അയാൾ ചവിട്ടണ്ടെന്നോ അയാളുടെ ദേഹത്തെ ഡേർട്ട് തന്റെ ശരീരത്തിൽ ആവണ്ട എന്നോ ഉദ്ദേശിച്ചുകൊണ്ട് തന്റെ വസ്ത്രം കൂട്ടിപ്പിടിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന് തോന്നി ഇത് മനുഷ്യ മനസ്സുകൾക്ക് വേദനയുണ്ടാക്കുന്ന ഒരു സ്വഭാവമാണ്. തങ്ങൾ ചോദിച്ചു, ധനികനായ മുതലാളിയായ മനുഷ്യനോട്, സ്വഹാബിയോട്, നിങ്ങൾ പേടിച്ചോ? ഈ പാവപ്പെട്ട മനുഷ്യൻ നിങ്ങളുടെ അരികത്ത് വന്നിരിക്കുമ്പോൾ അയാളുടെ ദാരിദ്ര്യം നിങ്ങളിലേക്ക് വരുമെന്ന് പേടിച്ചോ? അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് അയാളിലേക്ക് ഒഴുകിപ്പോകുമെന്ന് പേടിച്ചോ? എന്തുകൊണ്ട് നിങ്ങൾ അയാളിൽ നിന്ന് വിട്ടുനിന്നു? സ്വഹാബി പറഞ്ഞു, നബിയേ, ഞാൻ അത്രയൊന്നും ഉദ്ദേശിച്ചില്ല. പക്ഷെ ഹബീബിന് മനസ്സിലായി മുതലാളിയും തൊഴിലാളിയും തമ്മിൽ കാണിക്കുന്ന ഈ വിവേചനം. മനുഷ്യർ എല്ലാം ഒന്നാണ്, മനസ്സുകൾ ഒന്നാണ്, മനുഷ്യരൊന്നാണ്, നമ്മുടെ വികാര വിചാരങ്ങൾ ഒന്നാണ്, മാംസവും മജ്ജയും രക്തവും ഒന്ന് തന്നെയാണ്. ഇവിടെ വിവേചനം പാടില്ല എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.